ബെൻസൺ ഉണ്ട് നമുക്കൊപ്പം. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ആദ്യം ഹാപ്പി ആനിവേഴ്സറി. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഹാപ്പി ആനിവേഴ്സറി. വളരെ സന്തോഷമുണ്ട്. ഒരു വർഷം തികയുന്ന ചാനലിനോടൊപ്പം ഇന്ന് രാവിലെ തന്നെ ലൈവ് നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ മഴയാണ് ലൈവിന്റെ വിഷയം എന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായിട്ടുള്ള മഴ കണ്ണൂരിലുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അതിശക്തമായിട്ടുള്ള മഴ ഇല്ലായിരുന്നു. മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഴക്കെടുതികൾക്ക് ഒരു കുറവുണ്ട്. ഇന്നലെ കാര്യമായിട്ടുള്ള മഴക്കെടുതികളൊന്നും തന്നെ മേഖലയിൽ റിപ്പോർട്ട് കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ അല്ലെങ്കിൽ തീരദേശ മേഖലകളിലോ നഗരപ്രദേശങ്ങളിലോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ മുതൽക്കേ തന്നെ അതിശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ നമുക്കറിയാം ഇപ്പോൾ പെയ്യുന്ന മഴയിൽ അതിശക്തമായിട്ടുള്ള കാറ്റുകൂടിയുണ്ട്. അതിനാൽ തന്നെ ഈ മരങ്ങൾ കടപുഴകി വീണെല്ലാം വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കൂടുതൽ അപകടങ്ങളും ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മരങ്ങൾ കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലും വീടുകൾക്ക് മുകളിലും വീണാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ നിലവിൽ ഇതുവരെ വലിയ രീതിയിലുള്ള കാര്യമായിട്ടുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള കൃഷിനാശം, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക എന്നീ തരത്തിലുള്ള വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ പുറത്തു വന്ന കണക്ക് പ്രകാരം ഏകദേശം 4 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് കൃഷി മേഖലയിൽ തന്നെ 4 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏകദേശം 1 കോടിയോളം രൂപയുടെ അടുത്ത് നഷ്ടം KSEBിക്ക് വന്നിട്ടുണ്ട് എന്നും കണക്കാക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. അതിനാൽ തന്നെ ജാഗ്രത തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ രാത്രികാലങ്ങളിലെ യാത്ര കൂടുതലും ഒഴിവാക്കണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുഴകളിലും തോടുകളിലും എല്ലാം കുളിക്കാനിറങ്ങരുത്. അതോടൊപ്പം തന്നെ നീന്താനും കുളിക്കാനും കളിക്കാനുമായി അവധിക്കാലമാണ്. കളിക്കാനൊന്നും കുട്ടികളടക്കം പുഴകളിലേക്ക് ഇറങ്ങരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും മഴ അലേർട്ടുകളുണ്ട്, മഴ കെടുതികളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബെൻസൺ പറഞ്ഞ പോലെ തന്നെ ഈ അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പൊക്കെ പാലിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക, ജാഗ്രത തുടരുക. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ നമ്മൾ ജാഗ്രതയോടെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകണം.